ഇവിടെ കടലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഐസ്ക്രീം ഉണ്ട് പുറത്തു വരുന്നു. ഇത് കണ്ട് കടൽക്കരയിൽ നിന്ന് ആളുകളും റോക്കും അവന്റെ ഫ്രണ്ട്സും എന്താ സംഭവം എന്നറിയാതെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പൊ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഐസ്ക്രീം പുറത്തു വരുമെന്ന് വെച്ച് നോക്കിയതും സ്നോമാൻ രാക്ഷസന്മാര് പുറത്തു വരികയാണ്. എന്നിട്ട് അതിലൊരു രാക്ഷസൻ ഒരു സ്നോഫ്ലേക്ക് എടുത്ത് അവിടെ നിന്നൊരാളുടെ ദേഹത്തെറിയാണ്. സ്നോഫ്ലേക്ക് ദേഹത്ത് വീണതും അയാൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആയി പോകുന്നു. ശേഷം ആ രാക്ഷസന്മാരെ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. ഇത് കണ്ട് റോക്കും ഫ്രണ്ട്സും ഓടാൻ തുടങ്ങി. പക്ഷെ അവർ എത്ര കണ്ടോടിയിട്ടും രാക്ഷസന്മാര് അവരടുത്ത് തന്നെ എത്തുന്നു. എന്നിട്ട് ഒരാൾ രാക്ഷസനെ ഓങ്ങി അടിക്കുകയാണ്. പക്ഷെ രാക്ഷസന് ഒന്നും പറ്റിയില്ല, കാരണം അത് അത്രയും സ്ട്രോങ് ആയിരുന്നു. അപ്പൊ റോക്ക് അതിലൊരു രാക്ഷസന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ബോഡി കുഞ്ഞാക്കി മാറ്റുന്നു. എന്നിട്ട് ഒരു ടേബിൾ എടുത്തടിച്ച് ഐസ് രാക്ഷസനെ 2 പീസാക്കുന്നു. പക്ഷെ എത്രയൊക്കെ ചെയ്താലും രാക്ഷസൻ പിന്നെയും കൂടിച്ചേരും. അപ്പൊ മറ്റൊരു വശത്ത് അവന്റെ ഫ്രണ്ട് മിക്സി വെച്ചൊക്കെ രാക്ഷസനെ തടയാൻ നോക്കുകയാണ്. പക്ഷെ എന്ത് വെച്ച് തടയാൻ നോക്കിയാലും രാക്ഷസൻ അതിനെയും ഫ്രീസ് ആക്കുന്നു. അതുകൊണ്ട് അവൻ രാക്ഷസനെ പിടിച്ച് അടുത്തുള്ള അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പൊ തന്നെ രാക്ഷസന്റെ ഫേസ് പകുതി ഉരുകി പോകുന്നു. എന്നിട്ടും രാക്ഷസൻ അവനെ എടുത്ത് ദൂരെ എറിയാണ്. അപ്പൊ വേറൊരു സൈഡിലാണെങ്കിൽ രാക്ഷസൻ ഒരാളെ കത്തി വെച്ച് തൊട്ട് ഐസാക്കി മാറ്റുന്നു. ആ സമയത്ത് റോക്ക് അടികൂടിക്കൊണ്ടിരുന്ന രാക്ഷസന്റെ ക്യാരറ്റ് മൂക്ക് അറിയാതെ പിടിച്ചു വലിക്കുന്നു. അപ്പോൾ തന്നെ ഐസ് രാക്ഷസൻ സ്വയം നശിച്ചു പോവുകയാണ്. അങ്ങനെ മൂക്ക് പറിച്ച രാക്ഷസൻ ഇല്ലാതാകുന്ന മനസ്സിലാക്കി റോക്ക് നോക്കുമ്പോൾ അവന്റെ കൂട്ടുകാരനെ ഒരു മോൺസ്റ്റർ പൂളി ഫ്രീസാക്കി കൊല്ലാൻ നോക്കുന്നു. പക്ഷെ അവൻ ഇത് പുറത്തു വരാൻ ട്രൈ ചെയ്തെങ്കിലും കാല് മാത്രം ഐസിൽ സ്റ്റക്ക് ആയി പോകുന്നു. അപ്പൊ രാക്ഷസൻ വാള് വെച്ച് അവനെ ഫ്രീസാക്കാൻ വന്നതും ഉടനെ റോക്ക് ഓടി വന്നതിന്റെ ക്യാരറ്റ് മൂക്ക് പറിച്ചെടുത്ത് രാക്ഷസനെ നശിപ്പിക്കുന്നു.